ഹലോ എവരിവൺ, ഐ ആം ഗോകുൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെസ് എൻഡ് ഗെയിം ടാക്റ്റിക്കാണ് നോക്കുന്നത്. രണ്ട് ബിഷപ്പിനെ വെച്ച് എങ്ങനെ നമ്മുടെ ഓപ്പോണന്റിനെ ചെക്ക്മേറ്റ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നിങ്ങൾ റെഗുലർലി കളിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് പലതവണ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല പ്ലെയേഴ്സും ഈ ഒരു പൊസിഷൻ വരുമ്പോഴത്തേക്കും കൃത്യമായി കളിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാതെ ഡ്രോ ആയി പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സൈഡിലെ പീസസ് മുഴുവൻ പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് പോലെ ബ്ലാക്കിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്കിന് കിങ് മാത്രമേ ഉള്ളൂ, വേറൊരു പീസും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത 50 മൂവിനുള്ളിൽ നമ്മൾ ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ആക്കിയില്ലെങ്കിൽ ആ ഗെയിം ഡ്രോ ആക്കി കണക്കാക്കപ്പെടും. അപ്പോൾ നമുക്ക് ഉള്ള പീസുകൾ വെച്ച് 50 മൂവിനുള്ളിൽ കൃത്യമായി എങ്ങനെയാണ് ചെക്ക്മേറ്റ് ആക്കേണ്ടത് എന്നറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. പക്ഷേ കൃത്യമായി കളിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാതെ പലപ്പോഴും ഡ്രോ ആയി പോകുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ രണ്ട് ബിഷപ്പിനെ വെച്ച് എങ്ങനെയാണ് നമ്മുടെ ഓപ്പോണന്റിനെ ചെക്ക്മേറ്റ് ആക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ക്വീനോ അല്ലെങ്കിൽ ഒരു റൂക്കോ വെച്ച് ചെക്ക്മേറ്റ് ആക്കാനായിട്ട് വളരെ എളുപ്പമാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പരിപാടികളാണ്. പക്ഷേ രണ്ട് ബിഷപ്പ് വെച്ചോ അല്ലെങ്കിൽ ബിഷപ്പും നൈറ്റും വെച്ചോ ഒക്കെ ചെക്ക്മേറ്റ് ആക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ രണ്ട് ബിഷപ്പിനെ വെച്ച് എങ്ങനെയാണ് ചെക്ക്മേറ്റ് ആക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ചെക്ക്മേറ്റ് ആക്കണമെങ്കിൽ രണ്ട് ബിഷപ്പ് വേണം. ഒരു ബിഷപ്പിനെ വെച്ച് ഒരിക്കലും ചെക്ക്മേറ്റ് ആക്കാനായിട്ട് പറ്റില്ല. ചെക്ക്മേറ്റ് ആകണമെങ്കിൽ ഒന്നെങ്കിൽ രണ്ട് ബിഷപ്പ് അല്ലെങ്കിൽ ഒരു ബിഷപ്പും ഒരു നൈറ്റും ഇത് വേണം. രണ്ട് നൈറ്റ് വെച്ചും ചെക്ക്മേറ്റ് ആക്കാനായിട്ട് സാധിക്കില്ല. രണ്ട് നൈറ്റ് വെച്ച് ചെക്ക്മേറ്റിംഗ് പൊസിഷൻ നമുക്ക് വെറുതെ വേണമെങ്കിൽ ബോർഡിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഒരു രണ്ട് കേസുകൾ കാണുന്നത് പോലെ, അതായത് രണ്ട് ബിഷപ്പ് വെച്ചോ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് നൈറ്റും വെച്ചോ ചെക്ക്മേറ്റ് ആക്കുന്നത് പോലെ ഒരു ഫോഴ്സ്ഡ് ചെക്ക്മേറ്റ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ബിഷപ്പ് എങ്ങനെ പോയി കഴിഞ്ഞാലും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ രണ്ട് ബിഷപ്പിനെ വെച്ച് എങ്ങനെയാണ് ചെക്ക്മേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്, നമുക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനത്തെ ആയി കഴിഞ്ഞാലും, അതായത് നമുക്ക് രണ്ട് ബിഷപ്പും ഒരു കിങ്ങും ഉണ്ട്, ബ്ലാക്കിനാണെങ്കിൽ കിങ് മാത്രം. ഈ ഒരു സിറ്റുവേഷനിൽ പൊസിഷനിങ് എങ്ങനെയായി കഴിഞ്ഞാലും, അതായത് ഈ പറഞ്ഞ 4 പീസുകളുടെ പൊസിഷൻ ബോർഡിൽ എങ്ങനെയായി കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ജനറൽ മെത്തഡ്, ഒരു ജനറൽ രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 25 മൂവിനോടകം തന്നെ നമുക്ക് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ആക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഈ ഒരു മെത്തഡിനെ നമുക്ക് പല പല ഘട്ടങ്ങളാക്കി തിരിക്കാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ രണ്ട് ബിഷപ്പുകൾ ഉപയോഗിച്ച് 4 സെൻറ്റർ സ്ക്വയേഴ്സിന്, അതായത് D5, E5, E4, D4 എന്ന് പറയുന്ന ഈ 4 സെൻറ്റർ സ്ക്വയേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നതാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ബിഷപ്പ് ടു B2 ചെക്ക് കൊടുക്കുന്നു. കിങ് ഇപ്പോൾ ആദ്യം E5ലാണ് ഇരിക്കുന്നത്. ആദ്യത്തെ പൊസിഷനിങ് ബ്ലാക്ക് കിങ് E5ലുണ്ട്, നമ്മുടെ വൈറ്റ് കിങ് E1ലുണ്ട്, ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് F1ലുണ്ട്, ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് C1ലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് ഡാർക്ക് സ്ക്വയർസിൻ്റെ, അതായത് സെൻറ്റർ സ്ക്വയറിലെ 4 സ്ക്വയറിലെ രണ്ട് ഡാർക്ക് സ്ക്വയറിൻ്റെ കൺട്രോൾ കിട്ടാനായിട്ട് നമ്മൾ ബിഷപ്പ് ടു B2 കളിക്കുന്നു. അപ്പോൾ കിങ് E5ലിരുന്നുകൊണ്ട് ഇപ്പോൾ ചെക്കായി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഡാർക്ക് സ്ക്വയറിൻ്റെ കൺട്രോൾ കിട്ടി. അപ്പോൾ ഇവിടുന്ന് കിങ് മൂവ് ചെയ്യുമ്പോൾ ബ്ലാക്ക് എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്ലാക്കിനും അറിയാം ഏതെങ്കിലും കോർണറിലേക്ക് പോയി കഴിഞ്ഞാൽ ചെക്ക്മേറ്റ് ആവും എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതും ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ബിഷപ്പും കിങ്ങും ഉപയോഗിച്ച് ബ്ലാക്ക് കിങ്ങിനെ ഏതെങ്കിലും ഒരു കോർണർ സ്ക്വയറിലേക്ക് ഫോഴ്സ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവിടെ കൊണ്ടുപോയി ചെക്ക്മേറ്റ് ആക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ബ്ലാക്കിനും അറിയാം ഏതെങ്കിലും കോർണർ സ്ക്വയറിനേക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ വൈറ്റിൻ്റെ കാര്യങ്ങൾ വളരെ എളുപ്പമാവും എന്നുള്ളത്. അപ്പോൾ ബ്ലാക്ക് പരമാവധി സെൻറ്ററിനോട് അടുത്ത് തന്നെ നിൽക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് D5 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ G2ലേക്ക് കൊണ്ടുവരുന്നു, ബിഷപ്പ് ടു G2 ചെക്ക്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈറ്റ് സ്ക്വയേഴ്സിൻ്റെ കൺട്രോളും കൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ കിങ്ങിന് ഈ സെൻറ്റർ സ്ക്വയറിൽ നിന്ന് പോകാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ കിങ് E6ലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ 4 സെൻറ്റർ സ്ക്വയേഴ്സിൻ്റെയും കൺട്രോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ആദ്യത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ രണ്ട് ബിഷപ്പിനെയും ഈ സെൻറ്റർ സ്ക്വയറുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബിഷപ്പ് ടു D4 കളിക്കുന്നു. നമ്മുടെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ നമ്മൾ സെൻറ്റർ സ്ക്വയറിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കിങ്ങിന് രണ്ട് മൂവുണ്ട്. ഒന്നെന്ന് പറയുന്നത്, കിങ്ങിന് വേണമെങ്കിൽ D6ലേക്ക് പോവാം, അല്ലെങ്കിൽ കിങ്ങിന് F5ലേക്ക് പോവാം. സെൻറ്ററിനോട് വളരെ അടുത്ത് നിൽക്കാൻ തന്നെ.
അതായിരിക്കും ബ്ലാക്ക് എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ കിങ് F5 പോയി കഴിഞ്ഞാൽ നമ്മൾ ബിഷപ്പ് ടു D5 കളിച്ച് നമ്മുടെ രണ്ടാമത്തെ ബിഷപ്പിനെ, അതായത് നമ്മുടെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെയും നമ്മുടെ സെൻറ്റർ സ്ക്വയറിലേക്ക് കൊണ്ടുവരും. അതല്ല, കിങ് D6 പോയി കഴിഞ്ഞാൽ നമ്മൾ ബിഷപ്പ് ടു E4 കളിച്ച് നമ്മുടെ രണ്ടാമത്തെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെയും കൂടെ സെൻറ്റർ സ്ക്വയറിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ രണ്ട് ബിഷപ്പിനെയും നമ്മൾ സെൻറ്റർ സ്ക്വയറിലേക്ക് വെച്ച് കഴിഞ്ഞു. നമ്മൾ രണ്ട് വലിയ ഡയഗണലുകളെയും നമ്മുടെ ബിഷപ്പുകൾ വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത മൂവ് ബ്ലാക്കിൻ്റെ ആണ്. അപ്പോൾ ബ്ലാക്ക് ഉറപ്പായിട്ടും E6 പോവുള്ളൂ, കാരണം സെൻറ്ററിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ തന്നെ ബ്ലാക്ക് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വൈറ്റ് കിങ്ങിനെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും പച്ച സ്ക്വയറിലേക്ക് കൊണ്ടുവരണം. അതായത് C5 അല്ലെങ്കിൽ F5. എന്തായാലും ബ്ലാക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കിങ് ടു D6, കിങ് ടു E6 എന്ന് പറയുന്ന മൂവ് മാത്രമേ കളിക്കുകയുള്ളൂ, കാരണം സെൻറ്ററിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കിങ്ങിനെ C5 കൊണ്ടുവരാം. കിങ് ടു D2, കിങ് ടു D6, കിങ് ടു C3, കിങ് ടു E6, കിങ് ടു C4, കിങ് ടു D6. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത മൂവിൽ C5 വരാനായിട്ട് സാധിക്കില്ല. ബ്ലാക്ക് നമ്മൾ C5 വരുന്നത് തടഞ്ഞിരിക്കുകയാണ്, കാരണം ബ്ലാക്കിൻ്റെ കിങ് ഇപ്പോൾ D6 ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് മൂവ് കളിക്കുക, കിങ് ടു B5. അപ്പോൾ ഇതിന് ശേഷം ബ്ലാക്കിന് മൂവ് ചെയ്യാതെ വേറെ നിർവാഹമില്ല. അപ്പോൾ ബ്ലാക്ക് E6 പോകുന്നു. നമ്മൾ അടുത്ത മൂവിൽ C5 എന്ന് പറയുന്ന സ്ക്വയർ നമ്മുടെ കിങ് വെച്ച് എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബ്ലാക്ക് കിങ്ങിന് പിന്നിലേക്ക് പോവുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ബ്ലാക്ക് കിങ് E7 പോകുന്നു. ഇനി നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബിഷപ്പിനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കിങ്ങിനെ C5 കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ ബിഷപ്പിനെ റൈറ്റ് സൈഡിലേക്ക്, വലതുവശത്തേക്കായിരിക്കണം മൂവ് ചെയ്യുന്നത്. അതല്ല, നമ്മൾ കിങ്ങിനെ F5 കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ബിഷപ്പിനെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കണം മൂവ് ചെയ്യുന്നത്. അതായത് കിങ് എവിടെ ഇരിക്കുന്നോ അതിന് എതിർവശത്തേക്കായിരിക്കണം നമ്മൾ നമ്മുടെ ബിഷപ്പിനെ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബിഷപ്പിനെ മൂവ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയാം. പക്ഷേ ഏത് ബിഷപ്പിനെ ആദ്യം മൂവ് ചെയ്യണം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ബിഷപ്പിനെ മൂവ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത മൂവിൽ ബ്ലാക്ക് കിങ്ങിന് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കരുത്. അങ്ങനെയാണ് നമ്മളിവിടെ ഏത് ബിഷപ്പാണ് കൃത്യമായിട്ട് മൂവ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്ലാക്ക് ബിഷപ്പിനെ E5 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത മൂവിൽ ബ്ലാക്ക് കിങ്ങിന് E6 വന്ന് നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടുത്തെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ F5 കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലാക്ക് ഇങ്ങനെ തൊട്ടടുത്ത മൂവിൽ നമ്മുടെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് ബ്ലാക്ക് കിങ് F7 പോകുന്നു. F7 ആണ് ഉള്ളതിൽ സെൻറ്ററിനോട് അടുത്തിട്ടുള്ള ഒരു സ്ക്വയർ, അല്ലെങ്കിൽ പിന്നെ പിന്നിലേക്ക് പോകണം. അപ്പോൾ ബ്ലാക്ക് കിങ് F7 പോകുന്നു. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബിഷപ്പിനെയും കൂടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ബിഷപ്പ് ടു E5. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ബ്ലാക്ക് കിങ്ങിന് ആകെ 6 സ്ക്വയർസ് മാത്രമേ ഉള്ളൂ. നമ്മൾ 6 സ്ക്വയർസിലേക്ക് ബ്ലാക്ക് കിങ്ങിൻ്റെ മൂവ്മെൻറ്റ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ബ്ലാക്ക് കിങ് മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് കിങ് E7 വരുന്നു. ഇനി നമ്മുടെ അടുത്ത മൂവ് എന്ന് പറയുന്നത് നമ്മുടെ കിങ്ങിനെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന D6 G6 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ബ്ലാക്ക് കിങ്ങിനെ D6 കൊണ്ടുവരാം, അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ബ്ലാക്ക് കിങ് E7 നമ്മൾ D6 വരുന്നത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് മൂവ് കളിക്കുക, ബ്ലാക്ക് കിങ് മൂവ് ചെയ്യുന്ന F7. അതിനുശേഷം നമ്മൾ ഈ D6 എന്ന് പറയുന്ന സ്ക്വയർ നമ്മുടെ കിങ് വെച്ച് എടുക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബ്ലാക്ക് കിങ്ങിന് ഇനി പിന്നിലേക്ക് പോകുക അല്ലാതെ വേറെ വഴിയില്ല. ബ്ലാക്ക് കിങ്ങിന് 3 സ്ക്വയർസ് ഉണ്ട്, E8 ഉണ്ട്, F8 ഉണ്ട്, G8 ഉണ്ട്. സ്വാഭാവികമായിട്ടും E8 ആയിരിക്കും പോകുന്നത്. കോർണറിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള സ്ക്വയർ അതാണ്. അപ്പോൾ ഇനി നമ്മുടെ മൂവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബിഷപ്പിനെ മൂവ് ചെയ്യലാണ്. നമ്മൾ ബിഷപ്പ് ടു G6 ചെക്ക് കൊടുക്കുന്നു. ഇതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സംഭവമാണ് വരിക. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ F6 കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ F7 വന്ന് നമ്മുടെ അടുത്ത മൂവിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ബിഷപ്പിനെ. അപ്പോൾ ഇവിടെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ G6 കളിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചെക്കായി. ബ്ലാക്ക് കിങ്ങിന് ഇവിടെ ഉള്ളത് 2 വഴികളാണ്. ഒന്നെങ്കിൽ D8 പോവുക, അല്ലെങ്കിൽ F8 പോവുക.
D8ലേക്ക് ബ്ലാക്കിങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്കിങ്ങിനെ ഫോഴ്സ് ചെയ്ത് A8 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് കൊണ്ടുവന്ന് ചെക്ക്മേറ്റ് ആക്കാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ബ്ലാക്കിങ് F8 എന്ന് പറയുന്ന സ്ക്വയറിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ബ്ലാക്കിങ്ങിനെ H8 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് ചെക്ക്മേറ്റ് ആക്കാനായിരിക്കും ശ്രമിക്കുന്നത്. നമുക്ക് രണ്ടും കണ്ടു നോക്കാം. ആദ്യം ഇപ്പോൾ ബ്ലാക്കിങ് G8 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബിഷപ്പിനെ കൂടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ബിഷപ്പ് ടു F6. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിങ്ങിന് ആകെപ്പാടെ 2 സ്ക്വയറെ മൂവ് ചെയ്യാനായിട്ട് ഉള്ളൂ. ബ്ലാക്കിങ് G8ലേക്ക് പോകുന്നു. പിന്നെ നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കിങ്ങിനെ, നമ്മുടെ D6-ലിരിക്കുന്ന കിങ്ങിനെ H6 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. ബ്ലാക്കിങ്ങിന് ആകെ ഈ 2 സ്ക്വയറിലേക്ക് മാത്രമേ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കിങ് ടു E5, കിങ് ടു F8, കിങ് ടു F5, കിങ് ടു G8, കിങ് ടു G5, കിങ് ടു F8 ആൻഡ് കിങ് ടു H6, കിങ് ടു G8. ഇവിടെ ഇനി നമ്മൾ നോക്കേണ്ടത് ബ്ലാക്കിങ്ങിന് ഇവിടെ ആകെപ്പാടെ മൂവ് ചെയ്യാനുള്ളത് F8ഉം G8ഉം എന്ന് പറയുന്ന 2 സ്ക്വയർ ആണ് എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ബ്ലാക്കിങ്ങിനെ കോർണറിലേക്ക് കൊണ്ടുവരണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ F8 എന്ന് പറയുന്ന സ്ക്വയർ നമ്മൾ അടയ്ക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ബിഷപ്പ് ടു E7 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. അപ്പോൾ ഇനി ബ്ലാക്കിന് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കിങ് ടു H8 മാത്രമാണ്. ഇവിടെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ബിഷപ്പ് ടു F7 എന്ന് പറയുന്ന മൂവ് കളിച്ച് G8 എന്ന് പറയുന്ന സ്ക്വയർ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ കളി സ്റ്റെയിൽമേറ്റ് ആയിപ്പോയി. കിങ് ഇരിക്കുന്ന സ്ക്വയറിൽ ചെക്കും ഇല്ല, പക്ഷേ കിങ്ങിന് വേറൊരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. കളി സ്റ്റെയിൽമേറ്റ് ആയി, ഡ്രോ ആയി. നമ്മൾ എത്ര കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ സ്റ്റെയിൽമേറ്റിനെ പറ്റി എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് ടു F5 ആണ്. നമ്മൾ കിങ്ങിന് G8 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. കിങ് G8ലേക്ക് വരുന്നു, ബിഷപ്പ് ടു E6 ചെക്ക്, കിങ്ങിന് H8 അല്ലാതെ വേറെ വഴിയില്ല, ആൻഡ് ബിഷപ്പ് ടു F6 ഈസ് ചെക്ക്മേറ്റ്. ഇങ്ങനെയാണ് നമ്മൾ 2 ബിഷപ്പിനെ വെച്ച് ചെക്ക്മേറ്റ് ആക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ രണ്ടാമത്തെ കേസ് ഒന്ന് കണ്ടു നോക്കാം. അതായത് ഈ ഒരു പൊസിഷനിൽ നിന്ന് കിങ് F8ലേക്ക് പോകുമ്പോൾ H8 എന്ന് പറയുന്ന കോർണർ സ്ക്വയറിലേക്ക് ഫോഴ്സ് ചെയ്ത് അവിടെ വെച്ച് ചെക്ക്മേറ്റ് ആക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഇനി ഇവിടെ നിന്ന് കിങ് D8ലേക്ക് പോയി കഴിഞ്ഞാൽ A8 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് ഫോഴ്സ് ചെയ്ത് ചെക്ക്മേറ്റ് ആക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക. ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ വേരിയേഷൻ കാണാം. അതായത് കിങ് D8ലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ കിങ് ആദ്യം D8ലേക്ക് പോകുന്നു. നമ്മൾ ചെയ്യുന്നത് ബിഷപ്പ് ടു F6 ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ കിങ്ങിന് ആകെ ഒരു മൂവേ ഉള്ളൂ, കിങ് ടു C8 എന്ന് പറയുന്ന ഒരൊറ്റ സ്ക്വയർ മാത്രമേ ഉള്ളൂ. നമ്മൾ കിങ്ങിനെ C6ലേക്ക് കൊണ്ടുവരുന്നു. കിങ്ങിന് ഇനി കിങ് ടു B8 എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ. നമ്മൾ കിങ്ങിനെ B6ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് കിങ്ങിന് 2 ഓപ്ഷൻസ് ഉണ്ട്, കിങ് ടു A8, കിങ് ടു C8. എങ്ങനെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ കളിക്കാൻ പോകുന്ന മൂവുകളൊക്കെ സെയിം ആണ്. വളരെ പെട്ടെന്ന് തന്നെ കളി തീരും. ഇപ്പോൾ ആദ്യം കിങ് A8ലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബിഷപ്പിനെ ആദ്യം F5ലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ ഈ C8 എന്ന് പറയുന്ന സ്ക്വയർ നമ്മളിപ്പോൾ അടച്ചു കഴിഞ്ഞു. ഇനി കിങ്ങിന് ആകെയുള്ളത് കിങ് ടു B8 എന്ന് പറയുന്ന ഒരു ഒറ്റ സ്ക്വയർ മാത്രമേ ഉള്ളൂ. കിങ് B8ലേക്ക് വരുന്നു, ബിഷപ്പ് ടു E5 ചെക്ക്, കിങ്ങിന് A8 മാത്രമേ ഉള്ളൂ, ആൻഡ് ബിഷപ്പ് ടു E4 ഇസ് ചെക്ക്മേറ്റ്. ഇനി ഇവിടെ നിന്ന് കിങ് C8ലേക്ക് പോയി കഴിഞ്ഞാലോ സെയിം മൂവ്സ് തന്നെയാണ് വരുന്നത്, ഒരു വ്യത്യാസവുമില്ല. ആദ്യം ബിഷപ്പ് ടു F5 ചെക്ക്, കിങ് ടു B8 എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ബിഷപ്പ് ടു E5 ചെക്ക്, കിങ് ടു A8 മാത്രമേ ഉള്ളൂ, ആൻഡ് ബിഷപ്പ് ടു E4 ഇസ് ചെക്ക്മേറ്റ്. അപ്പോൾ ഇതാണ് 2 ബിഷപ്പ് വെച്ച് നമ്മൾ ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മെത്തഡ്. അപ്പോൾ ഈ ഒരു മെത്തഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻ ഗെയിമിൽ, അതായത് 2 ബിഷപ്പിൻ്റെ എൻ ഗെയിമിൽ ഏതൊരു പൊസിഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം 25 മൂവിനോട് അടുത്ത് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഓപ്പോണന്റിനെ ചെക്ക്മേറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. അതേപോലെ തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പരിഗണിക്കുക. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.